പരമപവിത്രമദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗണഗീതം അഥവാ ഗ്രൂപ്പ് സോങ്. അപ്പോൾ ഞാൻ സ്വതവേ ഈ ഒരു പാട്ട് എന്നെ പല കോണുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിത് അത്ര ആഴത്തിൽ ഇത് ഫുള്ള് കേൾക്കാൻ നിൽക്കാറില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു വിവാദത്തെ പറ്റി അല്ലേ. ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരേക്കുള്ള ആദ്യത്തെ ഒരു സർവീസിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞുള്ള ഫസ്റ്റ് സർവീസിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സരസ്വതി നികേതൻ സ്കൂളിലെ കുട്ടികൾ ഈ ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. ഈ ആലപിച്ചത് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ സദേൺ മേഖല അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇത് പോസ്റ്റ് ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ പാട്ട് ഏതോ എന്താ പറയാ ഈ RSSന്റെ ഗണഗീതമായി എന്നതിന്റെ പേരിൽ ഇതൊരു പാടാൻ പറ്റാത്ത പാട്ടാണ്, ഇതില് മതവിദ്വേഷം പകർത്തുന്നുണ്ട്, ഇതിൽ വർഗീയതയുണ്ട്, ഇതില് എല്ലാം ഉണ്ട് എന്നുള്ളൊരു നറേഷൻ. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ, എന്താണ് ഈ പാട്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ ഈ പാട്ട് എന്ന് അറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഈ പാട്ട് കേട്ടു. ഈ പാട്ട് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ട് എനിക്ക് ഒരു വരി പോലും എനിക്ക് അന്യമത വിദ്വേഷമോ വർഗീയ വാദമോ ഒന്നും ഈ പാട്ടില് എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പാട്ട് പൂർണ്ണമായും പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? അതായത് മരങ്ങളെ കുറിച്ച്, മലകളെ കുറിച്ച്, പൂക്കളെ കുറിച്ച്, നദികളെ കുറിച്ച് എന്ന് വേണ്ട നമ്മുടെ കൾച്ചറുകളെ കുറിച്ച്, ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഗാനം, ഇതിന്റെ വരികൾ പൂർണ്ണമായും പറയുന്നത്. അപ്പോ RSS ഈ ഒരു പാട്ടിനെ അവരുടെ ഗണഗീതത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ ഒരു പാട്ട് ഏത് രീതിയിലാണ് ബാൻ ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഭയങ്കര ഗീർവാണമൊക്കെ അടിക്കുന്നത് കണ്ടു. ഞങ്ങള് സ്കൂളിനെതിരെ ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കും, ഞങ്ങള് NOC നിരോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലർന്നൊക്കെ നമ്മൾ കേട്ടു അല്ലേ. ശരി, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കുന്നേ. ഞാൻ മന്ത്രിയെ വെല്ലുവിളിക്കാം, നിങ്ങളൊന്ന് ആക്ഷൻ എടുത്തേ. ഇതിപ്പോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോ നമ്മുടെ CMന്റെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഇത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, പഴയ ബോംബ് കഥകളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടൊരു നെടുനീളം പോസ്റ്റ് ഒക്കെ ഇട്ട് ഇതായിട്ടുണ്ട്. ഓക്കെ, പൊതുവെ നമ്മുടെ കോൺഗ്രസിന് പറയണ്ടല്ലോ, നമ്മുടെ VD സതീശനും പതിവ് പോലെ എല്ലാം ഇതേ ബോംബ് കഥ പുള്ളിയും ആവർത്തിച്ച് പറഞ്ഞു. അപ്പോ ഞാൻ ഇതിൽ ചോദിക്കുന്നത്, ഇവിടെ എവിടെയാണ് വർഗീയത ഇരിക്കുന്നത്? ഈ ഒരു പാട്ടില് ഒരു വർഗീയതയും ഇല്ല എന്ന് മാത്രമല്ല, ഇതില് പൂർണ്ണമായും രാജ്യത്തിന്റെ കാര്യമല്ലേ, രാജ്യത്തെ പറ്റി പാടുന്നത് എങ്ങനെ വർഗീയതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഇതേ നമ്മുടെ ഗവൺമെന്റ്, നമുക്കറിയാം ഈ കേരളത്തിലെ മികച്ച ഗാനരചയിതാവിന്റെ അവാർഡ് കിട്ടിയ വേടന്റെ പാട്ടുകൾക്ക് ഇവിടെ ഭയങ്കര അംഗീകാരമാണ്. എന്താണ് വേടന്റെ പാട്ട്? ഞാൻ വേടന്റെ പാട്ട് കേൾക്കുന്ന ആൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വേടൻ എന്ന റാപ്പറുടെ പാട്ടിലെ അങ്ങോളമുള്ള ഇതൊരു തെറിപ്പാട്ടിന് പോലും ഇവിടെ ഒരു പ്രശ്നവുമില്ല അല്ലെ. ഇവിടെ ഗാനരചനയ്ക്ക് അവാർഡ് കൊടുക്കാം, എല്ലാം കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോ ഈ ഒരു പാട്ടിനാണ് ഇവിടെ ഭയങ്കര ഒരു നിരോധിക്കപ്പെടേണ്ട പാട്ടാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നറേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആരെ സുഖിപ്പിക്കാനാണ്? നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചൊന്നും ആരും നിൽക്കില്ല. ഇപ്പൊ ഞാൻ ചികഞ്ഞതുപോലെ ഇതിനെപ്പറ്റി ഒരു കുന്തും അറിയാത്തവര് വരെ ഇത് പരിശോധിക്കാൻ നിൽക്കും. അപ്പോ ഇന്ത്യൻ റെയിൽവേ ആദ്യമൊക്കെ ഇത് വിവാദമായപ്പോ ഡിലീറ്റ് ആക്കിയിരുന്നു എക്സിൽ നിന്ന്. പിന്നീട് നമ്മുടെ അതിൽ ഏറ്റവും കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മള് നന്ദി പറയേണ്ടത് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ മിസ്റ്റർ ടിൻജു സർ. ആ സാറ് ഈ നമ്മുടെ സുരേഷ് ഗോപി സെൻട്രൽ മിനിസ്റ്റർ MP, അതുപോലെ ജോർജ് കുര്യൻ സാറ് മിനിസ്റ്റർ, ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി പരാതി കൊടുത്തു. ഇത് നിരോധിച്ചത് കുട്ടികളുടെ ദേശീയ ബോധത്തെ, അല്ലെങ്കിൽ ദേശീയ ബോധത്തെ ഒരു അവഹേളിക്കുന്ന മാതിരിയായി പോവില്ലേ അല്ലേ.
അതല്ലേ മനസ്സിലാക്കുക. അങ്ങനെ റെയിൽവേ ഇത് പിന്നെയും അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമല്ല, ഇതിന്റെ ഫുൾ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ അവർ താഴെ ടൈപ്പ് ചെയ്യുകയും ചെയ്തു. ഇവിടെ എല്ലാ വാദങ്ങളും അടിമുടി പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ പിന്നെ കണ്ടത് അല്ലെ. അപ്പോ ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? വേറെ എന്തും ഇവിടെ അംഗീകരിക്കാം. RSS അവരുടെ ഗണഗീതം, നമുക്ക് ONV കുറുപ്പിന്റെ പല പാട്ടുകൾ പോലും ഇവരുടെ ഗണഗീതമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതും നിങ്ങൾ നിരോധിക്കോ? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കാം, അപ്പൊ ഇതും നിങ്ങളൊക്കെ നിരോധിച്ചു കളയോ? അപ്പോ ഇവിടെ നമ്മുടെ കഫിയ അണിഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുന്നതിലോ പലസ്തീൻ ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് കലോത്സവത്തിൽ നാടകം കളിക്കുന്നതിലോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര വിവാദമാണ്, അത് വർഗീയതയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കൂ.